ബാല, എന്താ ചേച്ചി? നീ ഓഫീസിൽ പോയാൽ മടങ്ങി വരാൻ വൈകുമോ? വൈകിയേക്കും. ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോയാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങളെന്ന് വെച്ചാൽ? ഞാനും മത്സരം തന്നെ, അല്ലാതാരാ? നീ എന്താ ഒന്നും പറയാത്തത്? ഇന്ന് തന്നെ പോണോ? വീട് ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇന്നത്തെ കാലത്ത്. ശരി, ചേച്ചി പോയിക്കോ. മത്സരം ഇവിടെ നിൽക്കട്ടെ. അവളെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് ശരിയാണോടാ? ഒറ്റയ്ക്കാണോ ചേച്ചി? ഞങ്ങൾക്ക് എവിടില്ലേ? ആരായിട്ട് നിർത്തിച്ച് പോകാനാണ് നീ പറയുന്നത്? അതൊക്കെ ഇനി ആവർത്തിക്കണം. സുശീല മരിച്ചിട്ട് വർഷം 2 കഴിഞ്ഞു. അവർക്ക് 2 കുട്ടികളുമുണ്ട്. ജയൻ ചെറുപ്പവുമാണ്. വത്സലയെ ജയൻ വിവാഹം കഴിച്ചാൽ അവളുടെ ചേട്ടത്തിയുടെ കുട്ടികൾക്കല്ലേ എന്റെ നേട്ടം? ഇതൊക്കെ നമ്മൾ നേരത്തെ ആലോചിച്ച് തീരുമാനിച്ച കാര്യങ്ങളല്ലേ ചേച്ചി? നീ പറയുന്നതൊക്കെ ശരി തന്നെ, പക്ഷെ കല്യാണം കഴിയുന്നില്ലല്ലോ. ഏതായാലും താമസിപ്പിക്കുന്നില്ല. ജയനും സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവാഹത്തെ നിശ്ചയിച്ചിട്ട് വിവരം അറിയിക്കാം. ഇനിയും വത്സലയോടെ നിൽക്കുന്നത് വിരോധമുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. അപ്പോ ചേച്ചി സ്ഥലം ഇവിടെ ഉണ്ടിട്ടേ പോകുന്നു. ക്ഷമിക്കണം, വാച്ച്മാനാണെന്ന് കരുതിയത്. സാരമില്ല. വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ വേറെ പാരം കൊണ്ടുവരട്ടെ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. എന്തെങ്കിലും പറയൂ. വിക്രമേട്ടൻ പറയൂ. എന്നെ വിക്രമേട്ടാന്ന് വിളിക്കാൻ വിഷമം തോന്നില്ലേ? എന്തിന്? ഞാനൊരു കൊലപ്പള്ളിയല്ലേ? അതുകൊണ്ട് എനിക്കെന്താ? എന്നോട് വെറുപ്പ് തോന്നില്ലേ? വെറുപ്പോ? സ്നേഹം മാത്രമേ ഉള്ളൂ. അതെന്താ അങ്ങനെ? ഈശ്വരൻ തോന്നിച്ചതായിരിക്കും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ. വഴക്കുണ്ടാക്കോ? എന്തിന്? ദൈവം തോന്നിച്ചായിരിക്കും അല്ലേ? എന്തോന്ന്? സ്നേഹം. വിക്രമേട്ടന് എന്നോട് സ്നേഹം തോന്നുന്നുണ്ടോ? നേരാണോ വിക്രമേട്ട? അതെ. ഇനി ഞാൻ ഒരിക്കലും ഒളിച്ചോടി പോവില്ല. തീർച്ച? തീർച്ച. എന്നെ ജയിലിലേക്ക് കൊണ്ടുപോരുതെന്ന് ഒന്ന് പറയോ? പറയാം, ഇപ്പൊ തന്നെ പറയാം. അതുപോലെ തന്നെ എന്നെ മുറിയിൽ ഇനി അടച്ചിടരുതെന്ന് ഒന്ന് പറയണം. രണ്ടും ഞാൻ ഏൽക്കുന്നു. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ട് വരാം.